എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഹാസ്ര പറയും എല്ലാത്തിനും കാരണം ഈ ഡയമണ്ട് ട്രീ ആണ്. ഡയമണ്ട് ട്രീയുടെ ആ ഒരു പവർ അത് ഈ വെള്ളത്തില് അങ്ങനെ മിക്സ് ആയിയാണ് ഇവിടെയുള്ള മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം തന്നെ ഇത്രയും ശക്തി പ്രാപിച്ചിരിക്കുന്നത്. പക്ഷെ അതില് ജനങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അവർ കഴിക്കുന്ന ഭക്ഷണത്തില്, വെള്ളത്തില് എല്ലാം തന്നെ ഈ ഒരു പവർ അടങ്ങിയിട്ടുണ്ട്. അത് പതിയെ പതിയെ അവരുടെ ബോഡിയിലേക്ക് കടന്ന് മുഴുവനായിട്ടും ബോഡി ഡിസ്ട്രോയ് ചെയ്ത് അവസാനം മരണത്തിലേക്ക് തള്ളിവിടും. അത് കേട്ട് ടാസോ അവൻ ഷോക്കാവും. ടാസോ പറയും മോർണിംഗ് നമുക്ക് തന്ന ഫുഡ് അത് ഞാൻ ഒരുപാട് കഴിച്ചു. ആസ്ര പറയും അത് ചെറിയ എമൗണ്ട് ഓഫ് ഫുഡല്ലേ, അതൊന്നും കുഴപ്പമില്ല. വലിയ എമൗണ്ടില് ഒരുപാട് നാള് കണ്ടിന്യൂസ് ആയി ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ഒരു അസുഖത്തിന് അടിമയായി തീരുക. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗ്രാമത്തലവന് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയാമെന്ന് പറഞ്ഞ് അവരുടനെ ആ ഗ്രാമത്തലവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആളോട് ചോദിക്കും. അത് കേട്ട ആള് ചോദിക്കും, ഓ നിങ്ങളിപ്പോ ആ ഡയമണ്ട് ട്രീയുടെ അടുത്തേക്ക് പോയിരുന്നു അല്ലേ? അതിന് നമ്മുടെ ആൾക്കാർ പറയും, അതെ ഞങ്ങൾ ആ മരം പോയി കണ്ടിരുന്നു. ഉടനെ ആ ഗ്രാമത്തലവൻ ആള് ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോവും, നിങ്ങൾ വെറും നാടോടികളല്ലേ? അതിന് ഹാസ്ര പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ വരുന്നത് സാക്ഷാൽ നിഞ്ചു വില്ലേജിൽ നിന്നാണ്. അത് കേട്ട് ആൾ ഷോക്കാവും. നിഞ്ചു വില്ലേജോ? ആ നിഞ്ചു കാരണമാണ് ഞങ്ങളുടെ ഗ്രാമം ഈ ഗതിയിലായത്. അപ്പൊ നിങ്ങളും അവിടുന്ന് വന്നവരാണല്ലേ? അതിന് ഹാസ്ര പറയും, അതെ ആക്ച്വലി ഈ ഒരു ഡയമണ്ട് ട്രീ അത് കാരണമാണ് നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത്. നിങ്ങൾ കരുതും പോലെ അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല അതിന്റെ പവർ കൊണ്ടാണ് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ജനങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനും നിങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കാനുമാണ് എന്റെ അച്ഛൻ എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഉടനെ ആ ഗ്രാമത്തലവൻ പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ആ മരം തകർത്ത് കളയാൻ ഞാൻ അനുവദിക്കില്ല. എനക്കൊരു കാര്യം അറിയോ? വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോ ഈ ഗ്രാമം മുഴുവൻ ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു. ഇവിടെ മുഴുവൻ കുത്തിയും കിളച്ചും വെള്ളത്തിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നല്ല വിശപ്പിലും ദാഹത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു. അവസാനം ഞങ്ങൾക്ക് ആശ്രയമായത് ഈ ഒരു ഡയമണ്ട് ട്രീയും അതിൽ നിന്ന് വരുന്ന വെള്ളവുമാണ്. സോ ഒരു കാരണവശാലും ജനങ്ങളൊന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കില്ല. മാത്രമല്ല ആ മരം മുറിച്ചു കളഞ്ഞ ഞങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലേക്കാവും. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇനി ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആള് ഫുൾ കലിപ്പില് അവിടുന്ന് പുറത്തേക്ക് പോവും. ഹാസര പറയും, എങ്ങനെയെങ്കിലും ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവർ ഗ്രാമത്തിലേക്ക് വരും. ഹാസര നിലവിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ജനങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഡയമണ്ട് ട്രീ അത് ആക്ച്വലി നിങ്ങളുടെ ശത്രുവാണ്. അതിനിയും ഈ ഗ്രാമത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഗ്രാമത്തിലുള്ള എല്ലാവരും അസുഖം ബാധിച്ച് മരിക്കും. ആ ഒരു അസുഖത്തിനുള്ള മരുന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ജനങ്ങൾ ആരും അവര് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. അവരിപ്പോ കല്ലൊക്കെ വലിച്ചെറിഞ്ഞ് പരസ്പരം പറയും, ഇവർ രണ്ടുപേരും ആ നിഞ്ചു ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ്. ആക്ച്വലി ഇവർക്ക് വേണ്ടത് നമ്മുടെ ഡയമണ്ട് ട്രീ ആണ്. ഒരു കാരണവശാലും ഇവരെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അവരച്ചരം പൊച്ചറം അവര് വീണ്ടും വീണ്ടും ശക്തിയില് കല്ലും കമ്പും ഒക്കെ ഹാസ്രയ്ക്ക് നേരെ വലിച്ചെറിയും. ടൈസോ ആണെങ്കിൽ അപ്പൊ തന്നെ ഓടി രക്ഷപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നിഞ്ചു വില്ലേജ് കാണിക്കും. അവിടെ ഹൊഗാറാമയോട് ആ തവള ചോദിക്കും, നീ അവരെ രണ്ടുപേരെയും എവിടേക്കാണ് പറഞ്ഞയച്ചത്? അതിന് ഹൊഗാറാമ പറയും, അവരെ രണ്ടുപേരെയും ഞാൻ 2 സ്ഥലത്തേക്കാണ് അയച്ചത്. പണ്ട് ഞാനും കാഗുവയും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ഫൈറ്റില് തകർന്നു പോയ 2 പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശം അത് ശരിയാക്കി എടുക്കാനാണ് അവരെ ഞാൻ പറഞ്ഞയച്ചത്. ഇന്ദ്ര എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് തിരിച്ചു വരും. പക്ഷെ അവൻ വളരെ കണ്ണിങ് ആണ്. ഹാസ്രയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ്. മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമാണ്. ഞാൻ കൊടുത്ത മിഷൻ അത് കംപ്ലീറ്റ് ചെയ്ത് അവർ തിരികെ വരട്ടെ. അതിനുശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കൂ. അതിരിക്കട്ടെ, നീ എന്തെങ്കിലും സ്വപ്നം പുതുതായിട്ട് കണ്ടോ എന്ന് ഇപ്പൊ ഹാഗരാമ തവളയോട് ചോദിക്കും. അതിന് തവള പറയും, അങ്ങനെ ഈസി ആയിട്ട് നീ എല്ലാ കാര്യങ്ങളും കണ്ടെത്തണ്ട, എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ തവള അതവിടുന്ന് ചാടി പുറത്തേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ ഇന്ദ്രയെ കാണിക്കും. അവനാണെങ്കിൽ ജനങ്ങളോടെല്ലാവരോടും വളരെ സീരിയസ് ആയി ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവന്റെ ശരീരം കണ്ണ് അത് ഫുൾ പവറിൽ ജനങ്ങളിലേക്ക് നോക്കി നിൽക്കും. അതേസമയം ഹാസിറ അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴായിരിക്കും ഹാസിറ അവന്റെ പപ്പ അവരോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത് എന്ന് കറക്റ്റായിട്ട് ആലോചിക്കുക. അതായത് ഓരോ പ്രദേശത്തെ ജനങ്ങളെയും അവരെ ഹെൽപ്പ് ചെയ്യുക,
അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അത് ചെയ്തു കൊടുക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ അവരെ ഏൽപ്പിച്ച ജോലി. എനിക്ക് ഈ ഗ്രാമത്തിൽ മറ്റെവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിക്കണം. സോ എത്ര കാലം എടുത്തിട്ടാണെങ്കിലും ഈ ഗ്രാമം മുഴുവൻ ഉഴുതു മറിച്ച് യഥാർത്ഥ ജലസ്രോതസ് അത് ഞാൻ കണ്ടെത്തും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇന്ദ്ര, അവനാണെങ്കിൽ അവന്റെ മിഷൻ കംപ്ലീറ്റ് ആയി ഇപ്പൊ തിരികെ പോവാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഹാസിറയാണെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കയറി ഇറങ്ങി ഏതെങ്കിലും സ്ഥലത്ത് വെള്ളം കിട്ടുന്നുണ്ടോ, ജലസ്രോതസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പാറക്കെട്ടുകളും നിലങ്ങളും ഒക്കെ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് അടിച്ചു നിരത്തും. ഉടനെ ആ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവൾ ചോദിക്കും, നീ എന്തായി ചെയ്യണേ? ഉടനെ ഹാസ്രാവ് പറയും, ഞാനിവിടെ എവിടെയെങ്കിലും ജലസ്രോതസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഗ്രാമത്തിൽ മറ്റെവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡയമണ്ട് ട്രീയെ ആശ്രയിക്കില്ലല്ലോ. അതിനവള് പറയും, അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ ഒരുപാട് വർഷക്കാലം ഈ ഗ്രാമം മുഴുവൻ കുത്തി ഇളക്കി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അലഞ്ഞു നടന്നതാണ്. ഞങ്ങൾക്ക് എവിടുന്നും ഒരിറ്റു വെള്ളം പോലും കണ്ടെത്താനായില്ല. സോ ഞാൻ പറയുന്ന കേൾക്ക്, ദയവ് ചെയ്ത് നീ ഇത് സ്റ്റോപ്പ് ചെയ്യ്. പക്ഷെ അവനാണെങ്കിൽ അത് കേൾക്കില്ല. അവൻ വമ്പം വാശിയോടുകൂടെ വീണ്ടും വീണ്ടും ഓരോ സ്ഥലത്തായിട്ട് കുഴികൾ കുഴിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഇന്ദ്ര അവന്റെ പപ്പയുടെ അടുത്തേക്ക് തിരികെ എത്തി. പപ്പ ചോദിക്കും, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ കറക്റ്റായിട്ട് ചെയ്തോ? അതിനവൻ പറയും, അതെ പപ്പ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഗ്രാമത്തില് സമാധാനം പുനഃസ്ഥാപിച്ചു. കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. ഉടനെ ഹൊഗാറാമു പറയും, നീ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ നീ ആദ്യം എത്തി എന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ആരാണോ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് അവർക്കാണ് ഈ ഒരു നിഞ്ചു ഞാൻ കൈമാറ്റം ചെയ്യൂ. സോ അതുകൊണ്ട് തന്നെ ഹാസിറ വരുന്നത് വരെ ഉറപ്പായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് വിഷമത്തില് ഇപ്പൊ ഇന്ദ്ര അവനങ്ങനെ കാട്ടിലേക്ക് ട്രെയിനിങ് എടുക്കാൻ വരും. അപ്പ ബ്ലാക്ക് സെറ്റ്സു അവൻ വീണ്ടും ഇപ്പൊ ഇന്ദ്രയുടെ അടുത്തേക്ക് വരും. അവൻ പറയും, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിന്റെ ഉള്ളില് വലിയൊരു വിഷമം ഉണ്ടെന്ന്. നീ നിന്റെ പപ്പ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആദ്യം തിരികെ എത്തിയില്ലേ? എന്നിട്ടും അദ്ദേഹം ഹാസിറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് ഹൊഗാറാമയ്ക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല എന്നാണ്. 100% ആ നിഞ്ചു അത് നിന്റെ ബ്രദറിനായിരിക്കും നിന്റെ പപ്പ കൊടുക്കാന്ന് പറഞ്ഞ് ബ്ലാക്ക് സെറ്റ്സു അവനിപ്പോ ഇന്ദ്രയെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. കട്ട് ചെയ്ത ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഇന്ദ്ര അവനാണെങ്കിൽ ഓരോരുത്തർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിൽ 2 പേര് വളരെ ബെസ്റ്റ് ആയിട്ട് ട്രെയിനിങ് ഒക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ ഇന്ദ്രയ്ക്ക് അവരെ ഒരുപാട് ഇഷ്ടാവും. അതേസമയം ഹാഗ്രാമ അദ്ദേഹം 1 വർഷമായി ഹാസിറയ്ക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. കാത്തിരുന്ന് അങ്ങനെ ഒരു ദിവസം ഹാസിറ അവനിപ്പോ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തും. ആ ഒരു വാർത്ത അറിഞ്ഞ കുറച്ചു പേര് ആ കാര്യം ഇന്ദ്രയെ അറിയിക്കും. കട്ട് ചെയ്ത ഹാസിറ ആണെങ്കിൽ അവൻ പോയ ഗ്രാമത്തിലുള്ള 2-3 ആൾക്കാരെയൊക്കെ അവന്റെ കൂടെ കൂട്ടിയിട്ടായിരിക്കും ഇപ്പൊ തിരികെ എത്തുക. ഗ്രാമത്തിലുള്ള എല്ലാവരും ഹാസിറയുടെ തിരിച്ചുവരവ് അത് വലിയ വരവേൽപ്പോടു കൂടിയായിരിക്കും സ്വീകരിക്കുക. ഹൊഗാറോമയാണെങ്കിൽ ഡബിൾ ഹാപ്പി. അങ്ങനെ ഒരു വിധത്തില് എന്റെ 2 മക്കളും തിരികെ എത്തിയിരിക്കുകയാണ്. അവളെ ഭയങ്കര ആവേശത്തില് ഇപ്പൊ ഹൊഗാറാമയോട് പറയും, അങ്ങനെ നിന്റെ 2 മക്കളും തിരികെ എത്തി. ഇനി ഒരു പ്രശ്നവും ഇല്ല. എത്രയും പെട്ടെന്ന് ആർക്കാണ് നിഞ്ചു കൊടുക്കുന്നത് എന്ന് പ്രഖ്യാപിക്കണം. അത് കാണാനാണ് ഞാനും ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും ക്ഷമയോടെ ഇത്രയും കാലവും കാത്തിരുന്നത്. ഇന്ദ്രയാണെങ്കിൽ ഹാസിറയെ കാണുമ്പോൾ തന്നെ പറയും, നിനക്ക് വേണ്ടി ഞങ്ങൾ എത്ര നാളായി കാത്തിരിക്കുന്നു. 1 വർഷമായി നീ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി പ്രതീക്ഷയോട് കൂടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിന് ഹാസിറ പറയും, ഐ എം സോറി, എനിക്ക് ഒരുപാട് സമയം ആവശ്യമായി വന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അത് നിറവേറ്റാൻ. ഉടനെ ഹൊഗാറാമു ചോദിക്കും, നിന്റെ കൂടെയുള്ളവര് അവരാരാണ്? അതിനവൻ പറയും, ഇവരാ ഗ്രാമത്തിലുള്ളവരാണ്. എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവിടെ വെച്ച് ചെയ്തു തന്നത് അതിവരാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹാസിറ അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ഹാസിറയും ടൈസോയും അവർ 2 പേരും ആ ഗ്രാമത്തില് വലിയൊരു കുഴി അത് കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അത് വെള്ളം മാത്രമാണ്. ഈ കാര്യം അറിഞ്ഞ് ആ ഗ്രാമമുഖ്യനും ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാരും അവർ കമ്പും തൂമ്പയും കത്തിയും പോലുള്ള കുറെ ആയുധങ്ങളുമായി അവർക്ക് നേരെ വരും. ടൈസോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പേടിയാവും. അവൻ ഹാസിറയോട് പറയും, അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ നമ്മളെ കൊല്ലാനാണ് വരുന്നത്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ഗ്രാമമുഖ്യനും
ആളുടെ കൂടെ വന്നവരെല്ലാവരും ഇപ്പൊ ഹാസ്രയോട് പറയും, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്യുന്നത്, സോ നിങ്ങളെ സഹായിക്കാൻ ഇന്നു മുതൽ ഞങ്ങളും കൂടെ ഉണ്ടാവും. അത് കേട്ട് ഹാസ്രാമയ്ക്ക് ഭയങ്കര സന്തോഷാവും. അവനാണെങ്കിൽ അവന്റെ നിഞ്ചു പവർ അതെല്ലാവർക്കും കൊടുത്ത് ആ ഒരു പവർ ഉപയോഗിച്ച് അവര് വലിയൊരു കുഴി അത് കുഴിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ തവള അവനാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് ദൂരത്ത് കിടക്കുകയാണ്. ആസറാമ കുഴിച്ച് കുഴിച്ച് വലിയൊരു കുഴി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവനവന്റെ ഫുൾ നിഞ്ചു പവർ റസൻഗൺ പവറാക്കി മാറ്റി നിലത്താഞ്ഞടിക്കും. ആ ഒരു അടിയില് കുഴിക്കടിയിലുള്ള വലിയൊരു പാറ തകർന്ന് വെള്ളം പുറത്തേക്ക് വരും. ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവര് വെള്ളം കണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഗ്രാമത്തിലുള്ള ജനങ്ങള് അവരെല്ലാവരും ഇപ്പൊ ഡൈവൺ ട്രീയിലുള്ള വെള്ളം ഉപയോഗിക്കുന്നില്ല, മറിച്ച് നിലത്ത് നിന്ന് വരുന്ന ആ ശുദ്ധമായ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് എല്ലാവരുടെയും മെഡിക്കൽ നെഞ്ചിപ്സു അത് ഒരുമിച്ച് ഉപയോഗിച്ച് ആ ചുന്ദരി പെണ്ണിന്റെ അമ്മയെ അവരെ ഹീൽ ചെയ്ത് ഇപ്പൊ നോർമലാക്കി മാറ്റും. അവസാനം ആ ഒരു ഡൈവൺ ട്രീ അത് അവരെല്ലാവരും ചേർന്ന് കത്തിയായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ ഹാഗ്രാമ ആള് പറയും, ഈ 2 പേരിൽ വെച്ച് ഞാൻ ഒരാൾക്ക് നിഞ്ചു പവർ അത് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.